ഹായ് ഗായ്സ്. ഹായ്. അപ്പോൾ മാക്സിമം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിക്ക് വാമപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ബോഡി വാം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ് എന്തായാലും വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഓരോരോ പെയിനും പ്രശ്നങ്ങളൊക്കെ വരും. നമ്മൾ വാമപ്പ് ചെയ്യാൻ പോവാണ്. 25-ന് 2 സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യാം. ചെസ്റ്റ് അപ്പ് ചെയ്ത് പിടിച്ചിട്ട് 25 25 25-ന് 2 സെറ്റ് ചെസ്റ്റിനുള്ള വർക്കൗട്ടാണ്. ലോവർ ചെസ്റ്റാണ് കളിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് മിഷൻ അടിച്ചു തുടങ്ങാം. വെയിറ്റ് ഡി 15 കൗണ്ടാണ്. അത്യാവശ്യം വെയിറ്റ് കുറച്ചിട്ട് എടുത്താൽ മതി. നമ്മൾ 15 കൗണ്ട് വെച്ച് അടിക്കാൻ പോവാണ്. ഞാൻ ഈ ചെറിയ വെയിറ്റ് എടുക്കുന്നത് കാരണം അത്രേ പറ്റൂ. 1 2 ഇനി എടുത്തത് 15 ഇട്ടിട്ടാണ് അടിക്കാൻ പോകുന്നത്. 5 kg കൂടെ കയറ്റി അടിക്കാം. നമ്മൾ എപ്പോഴും വെയിറ്റ് ഓവർ കൂട്ടാതെ ഫോം കറക്റ്റ് ആയിട്ട് അടിക്കാൻ നോക്കണം. അതായത് 3 സെറ്റ് പറയുമ്പോൾ നമ്മൾ 15 12 10 വെച്ചിട്ട് അങ്ങനെ അടിക്കുന്നത്. ഓരോ സെറ്റിലും നമ്മൾ കഴിയുന്ന വെയിറ്റ് കൂട്ടാൻ ശ്രമിക്കാം, എന്നിട്ട് അടിക്കാം. ലോവർ ചെസ്റ്റ് ആയതുകൊണ്ട് ലോവറിലേക്ക് കറക്റ്റ് ഇറക്കി അടിക്കണം. ഗൈസ്, നമ്മളിപ്പോ 5-ന്റെ കൂടെ ഒരു 2.5 കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് അടിക്കാം. അടുത്ത എത്ര ഇടുന്നത്? അടുത്തത് 15-ഉം 5-ഉം കൂടെ കൂട്ടിയിടാം. ഇതിൽ നമ്മൾ അടിക്കാൻ പോകുന്നത് കൗണ്ട് 10 വെച്ചിട്ടാണ്. ലാസ്റ്റ് സെറ്റാണ്. ഗൈസ്, അടുത്തതായി നമ്മള് 10 kg ഇട്ടാണ് അടിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് അടുത്തത് എവിടെ വരെ? യൂട്യൂബ് വരെ പോവാണ്. ഡംബൽ വെച്ചിട്ട് ലോവർ പ്രസ്. ലോവറിലേക്ക് ഇറക്കി കേട്ടോ. ചിരിക്കി. ഗൈസ്, വർക്കൗട്ടിന്റെ ഇടയിലും പിന്നെ കഴിഞ്ഞിട്ടും അതിന്റെ മുന്നേ ഒക്കെ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളും വരും. അത് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ കുടിക്കണം. അടുത്തത് 10 ആണ് കൗണ്ട് വരുന്നത്. എന്നല്ലായിരുന്നു 12. ഇതാണ് അസീം, പാർട്ട്ണറാണ്. അസീം ചെസ്റ്റാണ് കളിക്കുന്നത്. അസീം എങ്ങനെയാ കളിക്കുന്നത്? അപ്പറാണോ ലോവറാണോ? പത്ത് കൗണ്ട് വെച്ച് അടിക്കുക. ലാസ്റ്റ് സെറ്റാണ്.